വെൽക്കം ബാക്ക് ടു അർസാസ് വേൾഡ്. ഇന്ന് നമുക്ക് കബാലിയത്ത് റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ല ടേസ്റ്റുള്ളൊരു റൈസാണിത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏത് അരി വെച്ചിട്ടാണോ ഉണ്ടാക്കുന്നത് ആ അരി ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കണം. ഇവിടെ ഞാൻ സാദാ ബസുമതി റൈസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതൊരു 15 മിനിറ്റ് നേരം കുതിർത്തിയെടുത്താൽ മതി. വൈറ്റ് ഗോൾഡിൻ്റെ ബസുമതി റൈസാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1-1.5 മണിക്കൂർ നേരം കുതിർത്തിയെടുക്കണം. പിന്നെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഇതൊരു അത്യാവശ്യം വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 വലിയൊരു സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ക്യാരറ്റ്, 2 ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 4-5 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 വെളുത്തുള്ളിയുടെ അല്ലി, പിന്നെ മല്ലിയില, ഒരു ചെറുനാരങ്ങ, ചിക്കൻ സ്റ്റോക്ക്. ഇനി ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കട്ട് ചെയ്ത് വെച്ച സവാള നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള നല്ലോണം വഴറ്റി വന്നിട്ടുണ്ട്. ഈ പരുവത്തിൽ വരണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ മതിയാവും കേട്ടോ, രണ്ടും കൂടെ. പിന്നെ അധികമൊന്നും വേണ്ട. നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന അത്ര സാധനങ്ങളൊന്നും ഇതിനാവശ്യമില്ല. ഇതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് പോകുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സവാളൊക്കെ നല്ലോണം വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ച പച്ചമുളക് ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ പച്ചമുളകൊക്കെ ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂണ് കപ്സ മസാല ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെ വഴറ്റിയെടുക്കുക. ഈ ടൈമിൽ എടുത്ത് വെച്ച ചിക്കൻ സ്റ്റോക്ക് ഇതിൻ്റെ കൂടെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കപ്സ മസാലയൊക്കെ ചേർത്തതുകൊണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ചിക്കനും 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ഞാൻ സവാള വാട്ടിയപ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ സ്റ്റോക്കിലും അത്യാവശ്യം ഉപ്പ് കാണും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. നല്ല ടേസ്റ്റുള്ളൊരു റൈസാണിത്. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. എന്നിട്ട് കമൻറ്റൊക്കെ ഒന്ന് അറിയിക്കുക. ഇപ്പോൾ ചിക്കനൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മളൊരു 1/4 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വേണമെന്നൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളകിൻ്റെ ഫ്ലേവർ ഇതിൽ മുന്നിട്ട് നിൽക്കണം. ചെറുനാരങ്ങയും പിഴിഞ്ഞ് ചേർക്കണം കേട്ടോ, വീഡിയോ എടുക്കാൻ വിട്ടതാണ്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കവും ക്യാരറ്റും മല്ലിയിലയും ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് 2-3 മിനിറ്റ് നേരം മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോഴേക്കും ക്യാരറ്റും ക്യാപ്സിക്കൊക്കെ അതിൽ കിടന്ന് വെന്ത് വന്നോളും. ഇപ്പോൾ ചിക്കനൊക്കെ നല്ല വെന്ത് ക്യാരറ്റും ക്യാപ്സിക്കൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്കുള്ള അരി വേവിച്ചെടുക്കാം. അപ്പോൾ ഈ അരി ഞാൻ ഒരു 15 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. ഇനി ഇതിലേക്കൊരു 3-4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിലേക്കൊരു 4 ഗ്രാമ്പു, 3-4 ഏലക്ക, 2 ചെറിയ കഷ്ണം പട്ട എന്നിവ ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ശേഷം അതിലേക്ക് നമ്മളെടുത്ത് വെച്ച വെള്ളം ചേർത്ത് കൊടുക്കുക. ഇവിടെ ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സാധാരണ ഞാൻ 6 ഗ്ലാസ് വെള്ളമാണ് എടുക്കാറുള്ളത്. ഇതൊരു 15 മിനിറ്റ് നേരം കുതിർത്തിയെടുത്തതാണല്ലോ, അതുകൊണ്ട് 5 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂണ് കപ്സ മസാലയും നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചിക്കൻ സ്റ്റോക്കിൻ്റെ 1 ക്യൂബും ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇത് വീഡിയോ എടുത്തതായിരുന്നു, അത് സേവ് ആയിട്ടില്ല. ഇനി ഈ വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ അരി ഒന്ന് സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കാൻ ശ്രദ്ധിക്കണം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വേണ്ടവർ ചേർത്താൽ മതി കേട്ടോ. ഇപ്പോൾ അരിയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ മസാലയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മസാല എടുത്തിട്ട് ഈ ചോറ്റിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അധികമൊന്നും വേണ്ട. ഇത് ഈ ചോറ്റിന് ഈ മസാലയുടെ ഒരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ചോറ്റിലുള്ള വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റ് വേവിൽ വന്നിട്ടുണ്ട്. ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു 15 മിനിറ്റ് നേരം അതേപോലെ മൂടി വെക്കണം. അതിനുശേഷം പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട്. തമ്മിലൊട്ടി പിടിച്ചിട്ടൊന്നുമില്ല. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റുള്ളൊരു റൈസാണിത്. ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പിന്നെ അധികം സാധനങ്ങളൊന്നും ഇതിന് ആവശ്യമില്ല. ഈ റൈസിന് അധികം കളറൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ ഒരു ലൈറ്റ് കളറായിട്ടായിരിക്കും. ഇതുപോലെയാണിത് സെർവ് ചെയ്യേണ്ടത്. ഒന്നിച്ചങ്ങ് മിക്സാക്കാറില്ല. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കബാലിയത്ത് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വൈറ്റ് സോസോ തക്കാളി ചട്ടിനിയൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. ഇവിടെ ഞാൻ തക്കാളി ചട്ടിനിയാണ് ഇതിലേക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടൊന്ന് കണ്ടു നോക്കാം. ഇനി തക്കാളി ചട്നി ഉണ്ടാക്കാൻ ഞാനൊരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു വെളുത്തുള്ളിയുടെ അല്ലി, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില. ഇത് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കാം. ചട്നി വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇല്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റാണ് ഈ റൈസ് കഴിക്കാൻ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.